ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. കുറച്ചുകൂടെ വേഗം പോയി എന്റെ ചേട്ടാ. ആ ക്ലാര മേരിയൊക്കെ ഇപ്പൊ എത്തിക്കാണും. ഓ കൊള്ളാം. ഇതിലും കൂടുതൽ സ്പീഡിൽ പോയാലേ നീ മേരിയുടെയും ക്ലാരയുടെ അടുത്തേക്കല്ല പോകാൻ പോണത്. നീ ഒന്നും മിണ്ടാതിരിക്കേ. നിന്നെക്കാളും ധൃതി എനിക്ക്. നിന്നെ അവിടെ ഇറക്കിയിട്ട് വേണം. ഓ എന്തെല്ലാം കാര്യങ്ങളുള്ളതാ. എന്റെ പൊന്നെ, ഞാൻ ഒന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും ഓടിക്കും. ഓ നാശം. എന്ത് പറ്റിയേട്ടാ? ഇതിപ്പോ നിന്നെയാക്കും. എന്റെ സകല പരിപാടി നടക്കില്ല എന്നാ തോന്നണത്. വണ്ടി ഓഫായിന്ന്. എന്താ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം. വണ്ടി ഇവിടെ ഏതെങ്കിലും വീട്ടിൽ കയറ്റി വെച്ചിട്ട് നിന്നെ ഒരു ബസ്സിൽ കയറ്റിവിടാം. എന്നിട്ട് ഞാനൊരു ഓട്ടോയ്ക്ക് പോവാം. എന്റെ മാതാവേ, ഇത് വല്ലാത്തൊരു പറ്റായി പോയല്ലോ. എന്തായാലും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്റെ മാതാവേ, സഹായിക്കണേ. വണ്ടി സ്റ്റാർട്ടായില്ലോ. കണ്ടോ, മാതാവ് കാത്തുക. എന്റെ മാതാവേ, നീ ഇവിടെ പ്രാർത്ഥിക്കാൻ പോവാണോ? എനിക്ക് പോയിട്ട് 100 കാര്യങ്ങളുള്ളതാ. നീ ഇപ്പൊ കണ്ടതല്ലേ ഞാൻ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ആ മാതാവ് അവിടെ ഒരിടത്തിരുന്നോട്ടെ. വെറുതെ ഓരോന്ന് വിളിച്ചു പറയാ. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. നിന്നുപോയ വണ്ടിയാ. വീണ്ടും സ്റ്റാർട്ടാക്കിയപ്പോ സ്റ്റാർട്ടായത് കണ്ടോ? ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ കേറ്. ഓ ഹലോ, അതെ. ഞാൻ യൂറീസാ. എപ്പോ? ശരി. ഏത് ഹോസ്പിറ്റലാ? ദേവനി. എന്റെ കർത്താവേ, എന്റെ കൈയും കാലും തളർന്നിട്ട് പാടില്ല. അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയോ ചേട്ടാ? നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. അയാൾക്ക് എന്തു പറ്റാൻ? അയാൾക്ക് ഒന്നും പറ്റില്ല. അല്ല ചേട്ടാ. മതി മതി. നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വല്ലതും പറ്റിക്കാതിരുന്നാ മതി. അല്ല ചേട്ടാ, നമ്മുടെ വണ്ടിയാ മുട്ടിയെന്നറിഞ്ഞ എന്ത് ചെയ്യും ചേട്ടാ? ആരറിയാൻ? അറിയില്ല. ഹോ, നീ ഇങ്ങനെ പേടിക്കാതിരി. എന്റെ ദൈവമേ, ആരാണാവോ അയാള്? എന്തിനാ? ഹോ, ഇവള് ബാക്കിയുള്ളവരെ കൂടി ആദ്യം പിടിപ്പിക്കും. അയാൾ ആരാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആരാണെന്ന് അയാൾക്കും അറിയില്ല. ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്തത് തെറ്റല്ലേ ചേട്ടാ? വണ്ടി മുട്ടി അയാൾ കാനയിലേക്ക് മറിഞ്ഞു വീണിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പിടികൊടുക്കണം. അയാൾക്ക് വല്ലതും പറ്റിയാലേ ഞാൻ അകത്താ. അറിയോ നിനക്ക്? എന്റെ മാതാവേ, അയാൾക്കൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. അല്ല, ഇനി അയാൾ കാനായി വീണ് കിടക്കുന്ന ആരെങ്കിലും കണ്ടോ ആവോ? ദേ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇതാ ഗിവർഗീസ് അല്ലേ?
നീ അവന്റെ അടുത്തൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ജോണേട്ടാ അറിഞ്ഞില്ലായിരുന്നു? എന്ത്? ഇല്ല, ഒന്നും അറിഞ്ഞില്ല. എന്താടാ ഗീവർഗീസേ? എന്റെ ജോണേട്ടാ, എനിക്ക് ജോണേട്ടന് സഹായം ചെയ്യണം. എന്ത് സഹായം? എന്റെ അപ്പനൊരു ആക്സിഡന്റ് പറ്റി. അപ്പനിപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുക. എന്താ ആക്സിഡന്റ്? നമ്മുടെ ആ കരുവാറ്റപ്പള്ളി ജംഗ്ഷനില്ലേ, അപ്പനെ ഏതോ വണ്ടി തട്ടിയിട്ട് കടന്നു കളഞ്ഞു. അതുവഴി പോയി ആരെയാണ് അപ്പം വഴിയിലെ കാണേ വീണ് കിടക്കാന്ന് പറഞ്ഞത്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുറച്ച് പണം കടമായിട്ട് തന്നെ. ഏതവരാണ് ഈ ചതി ചെയ്തിട്ട് കടന്നു കളഞ്ഞത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവൻ എന്റെ കൈ കിട്ടിയാ ഞാൻ ശരിയാക്കി കളയും. നീ വിഷമിക്കാതിരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. താക്കൂലെന്നെ ആരുടെ വണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല. ഉച്ചത്തിലുള്ള അപ്പന്റെ കരച്ചിലും ഒരു 2 വീലർ പോണ ശബ്ദവും കേട്ടെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. എന്റെ അപ്പന്റെ ദേഹത്ത് വണ്ടിടിച്ച് ആരായാലും ശരി, അവനെ വിടുന്ന പ്രശ്നമില്ല. ഇതാ ഗീവർഗീസേ, 5000 രൂപയുണ്ട്. ഓ എന്റെ ചേട്ടാ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്കിപ്പോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ? ഓ അല്ല, അപ്പനിപ്പോ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞേ? തലക്ക് കുറച്ച് പൊട്ടുണ്ട്, പിന്നെ എക്സ്റേ സ്കാനിംഗ് ഒക്കെ വേണമെന്നാ പറഞ്ഞേക്കണത്. എനിക്കൊരു സമാധാനമില്ല ചേട്ടാ. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓ ശരി ശരി. ചേട്ടാ, ആ ഗീവർഗീസിനോട് ഉണ്ടായ കാര്യം തുറന്നു പറഞ്ഞാലോ? ഇങ്ങനൊരു സിറ്റുവേഷനില് ഞാൻ എങ്ങനെ ഇതിനെപ്പറ്റി പറയാനാ? നീ കൂടി കണ്ടതല്ലേ അവന്റെ ഒരു മാനസികാവസ്ഥ. എന്ന് കരുതി എങ്ങനെയാ ചേട്ടാ പറയാതിരിക്കുന്നത്? ഇനി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് ഈ ഗീവർഗീസ് ഇത് അറിഞ്ഞാലോ? എന്തായാലും ഇന്ന് അവനോട് ഇതിനെപ്പറ്റി പറയുന്നത് നല്ലതല്ല. എങ്കിൽ ഞാൻ പോയി ഗീവർഗീസിന്റെ വീട്ടുകാരോട് പറയട്ടെ? ഏയ്, അതൊന്നും ശരിയാവില്ല. നീ വെറുതെ അത് തന്നെ പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കില്ല. ഇതിനെപ്പറ്റി നമ്മൾ ആരോടൊന്നും പറയുന്നില്ല. നമ്മളല്ല ഈ വർഗീസിന്റെ അപ്പം വർഗീച്ചേട്ടനെ വണ്ടി ഇടിച്ചത്. പിന്നെ? ആ, നമുക്കറിയില്ല. അല്ല, അത് ശരിയാണോ ചേട്ടാ? എനിക്കിപ്പോ അതാ ശരി. ഹലോ, അതെ ജോണാണ്. ആ ശരി ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. എന്താ ചേട്ടാ? എടി, നമ്മുടെ അവൻ സ്കൂൾ ബസ് ഇറങ്ങുമ്പോ റോഡ് ക്രോസ് ചെയ്തപ്പോ ഏതോ വണ്ടി ഇടിച്ചെന്ന്. നമുക്ക് വേഗം ആശുപത്രിയിലേക്ക് പോകാം. ഈ കരയില് നമുക്ക് അങ്ങോട്ട് പോവാന്ന്. നീ കേറ്. നീ മിണ്ടാതിരി, നമ്മൾ അങ്ങോട്ടല്ലേ പോണേ. നീയൊന്നും കരയാതിരിക്കില്ലേ? നമ്മൾ അങ്ങോട്ട് ചെല്ലല്ലേ. ഞാൻ പിന്നെ കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ മാതാവേ, എന്റെ മോൻ. ഓ നാശം, ഈ വണ്ടിയുടെ ഒരു കാര്യം. ഇതെപ്പോഴും ഇങ്ങനെയാ, ഒരു അത്യാവശ്യ നേരത്തെ ഇങ്ങനെ. എന്നാ വണ്ടി എടുത്തിട്ട് അധികം നാളായ? നിസ്സാര നാളല്ലേ ആയുള്ളൂ. ഇതല്ലേലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. കർത്താവേ, ആ വർക്കിച്ചേട്ടനൊന്നും പറ്റാതിരുന്നാ മതി. ഞങ്ങൾ അങ്ങേരോട് മാപ്പ് പറഞ്ഞോളാം. നീ ഇതെന്തൊക്കെയാ പറയണത്? വർക്കിച്ചേട്ടനോ? എന്റെ ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ഗീവർഗീസിനോട് നമുക്കുള്ള കാര്യം തുറന്നു പറയാന്ന്. നീയൊന്നും മിണ്ടാതിരിക്കും. ഇപ്പൊ നീ നമ്മുടെ മകനെ പറ്റി ചിന്തിക്കും, അല്ലാതെ വർക്കിച്ചേട്ടനും ഗീവർഗീസിനെ പറ്റിയല്ല പറയേണ്ടത്. എന്റെ ചേട്ടാ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഗീവർഗീസിന്റെ അപ്പനോട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാ നമ്മുടെ മോനിപ്പോ ഇങ്ങനെ പറ്റിയത്. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ നീ കരയാതിരിക്കും. എന്തായാലും പറ്റിയത് പറ്റി. നമുക്ക് ആദ്യം മോന്റെ അടുത്തേക്ക് പോവാം. ഈ വണ്ടി എവിടെയെങ്കിലും കയറ്റി വെക്കാം. നമുക്കേ ഒരു ഓട്ടോയ്ക്ക് പോവാം. നീ വാ. നീ കരയാതിരിക്കേ. നീ വാ, ഈ വണ്ടി എവിടെയെങ്കിലും വെക്കാം. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മത്തായി 7-ാം അധ്യായം 2-ാം വാക്യം.
ഈ വർഗീസേ, കടയിൽ കാശ് ഒത്തിരി കൂടിയില്ല ടോമി. ഓ എന്റെ കടയിലെ കാശ് അത് സാവധാനം തന്നാ മതി ഗീവർഗീസേ. എനിക്കറിയാം അപ്പന്റെ ചികിത്സയും മരുന്നും മറ്റുമായിട്ട് ചെലവ് ഇത്തിരി കൂടുതലല്ലേ. ആട്ടെ, അപ്പനിപ്പ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. എന്നാലും പ്രായമുള്ള ആളായതുകൊണ്ട് കുറച്ച് സാവധാനമായി നടക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞേക്കണത്. ആ, എല്ലാം ശരിയാവൂടോ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? കടയിലേക്ക് വന്നതാ. ആ, അപ്പോഴാ നീ ഇവിടെ നടക്കണ ഞാൻ കണ്ടത്. കട ഒത്തിരി കൂടിയതുകൊണ്ടാ മറ്റാരെയും വിടാതെ ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. കാശ് കുറച്ചുകൂടി വൈകൂന്ന് പറയാനേ കുറച്ച് പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ തൽക്കാലം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ കടത്തിന്റെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കണ്ട. എന്താ എപ്പോഴാന്ന് വെച്ചാ നീ വാങ്ങിച്ചോണ്ട് പോക്കോ. ആളുകളുടെ മനസ്സും അവസ്ഥയൊക്കെ നമുക്കറിയാലോ വർഗീസേ. വളരെ ഉപകാരം ടോമി. അല്ല, കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തീർത്തു? എന്ത്? അല്ലെന്നേ, ആ ജോണേട്ടനായിട്ടുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ആ, അയാൾ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലേ. എന്നാലും ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പ്രവൃത്തി മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യോ? അതങ്ങനെയാ ടോമി. ചില ആളുകള് വാക്കും പ്രവൃത്തികളും വളരെ ഡീസന്റ് ആയിരിക്കും, പക്ഷെ മനസ്സാക്ഷി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. എന്നാ ലിസ്റ്റ് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്, ഒന്നെടുത്ത് വെച്ചേക്കാവോ? നീ പോയിട്ട് വാ, ഞാൻ എടുത്തു വെച്ചേക്കാം. ഈ വർഗീസ്, താനോ? നീ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താടോ? താന്റെ വീട്ടിൽ വന്നിരുന്നത് ഞാൻ അറിഞ്ഞു. എന്റെ അപ്പനോട് മാപ്പ് പറയാനേ അപ്പഴാ വീട്ടിലെല്ലാവരും അറിയണത് ആ കൊടും ചതി ചെയ്ത് ഇയാളാണെന്ന്. വർഗീസ് വിടെ, ഞാനുള്ളപ്പോഴാ വീട്ടിൽ വന്നിരുന്നെങ്കിലേ തന്നെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു. അറിയോ എനിക്ക്? അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ്. പ്രഭാഷകൻ 20-ാം അധ്യായം 4-ാം വാക്യം. എന്തത്? അല്ലടാ ടോമി, നിനക്കറിയോ അപകട വിവരം അറിഞ്ഞേ ഹോസ്പിറ്റലിൽ എത്തിയ ഞാൻ പിന്നീട് അവിടെ നേരെ പോയത് ഈ ചെകുത്താന്റെ വീട്ടിലേക്കായിരുന്നു. ആസ്പത്രി ചെലവുള്ള കുറച്ച് കാശിന് വേണ്ടി. അതെന്തുകൊണ്ടാ? ഇയാളോടുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പുറത്ത്. അപ്പോഴെങ്കിലും ഇയാൾക്കെന്നോട് പറയാൻ പാടുന്നില്ലേ എന്റെ അപ്പനെ കൂട്ടിയത് ഇയാളുടെ വണ്ടിയാണെന്ന്? എല്ലാം മറച്ചു വെച്ച് എനിക്ക് കാശെടുത്ത് തന്നിട്ട് എന്റെ അപ്പന്റെ രോഗം അന്വേഷിക്കുക ഈ കൊടും ചതിയും ചെയ്തത്. വിട് ഗീവറിസേ, വിട്. അത് വളരെ മോശമായി ജോണേട്ടാ. നിങ്ങൾ ഇത്രയും അടുപ്പവും സ്നേഹമുള്ള ആളുകളല്ലേ. നേരിട്ടല്ലെങ്കിലും മറ്റാരെങ്കിലും വിട്ടിട്ട് സത്യം പറയായിരുന്നു. അല്ല, ആ സമയത്തെ മാനസികാവസ്ഥയിൽ മാത്രമല്ല, എന്റെ വണ്ടി മുട്ടി ഒരാള് കാനയിൽ വീണുന്നല്ലാതെ അത് ഈ ഗീവർഗീസിന്റെ അപ്പൻ വർക്കിച്ചേട്ടനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ അപ്പനല്ല, ആരാണെങ്കിലും അങ്ങനെ ഒരു അപകടം പറ്റിയ ആ ആളെ രക്ഷിക്കല്ലാതെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കണം ചെയ്യണത്. അതിനാണ് തട്ടിപ്പ് ചതി എന്നൊക്കെ പറയണത്. നീ എന്തു വേണേലും പറഞ്ഞോ, ചെയ്തോ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ മോനെ ഞാൻ അറിഞ്ഞതോ എന്റെ അപ്പനോട് താൻ ചെയ്ത് കുരുത്തക്കേടിനി ദൈവം തന്നെ ശിക്ഷയായത്. പക്ഷേ അത് ആ കൊച്ചിനായി പോയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇത് തനിക്ക് വേണ്ടതായിരുന്നു. അപ്പോഴാ തന്നെ പിള്ളവർക്ക് അതൊരു ശിക്ഷയാകും. പിന്നെ തന്റെ കയ്യിൽ നിന്ന് എന്റെ അപ്പന്റെ ചികിത്സക്കായിട്ട് കുറച്ച് പണം ഞാൻ വാങ്ങിച്ചിരുന്നു. അത്രയില്ലെങ്കിലും ഇതാ ബാക്കി ഞാൻ തെണ്ടേണ്ടി വന്നാലും ഉടനെ തന്നെ തരും. ടോമി, നിന്റെ പണം ഞാൻ പിന്നെ തരടാ. എന്നാലും ആപത്ത് സമയത്ത് പണത്തിന് വേണ്ടി തന്റെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലാടോ ചതിയൻ. ഞാൻ പോട്ടെ ടോമി. പോട്ടെ ഏട്ടാ, അവനവന്റെ ദേഷ്യവും സങ്കടം കൊണ്ടൊക്കെ പറഞ്ഞതാ. അതൊക്കെ മാറുമ്പോ എല്ലാം ശരിയാവും. എടാ, ഈ പറയുന്ന കുട്ടി എനിക്കറിയാം. ഈ കുട്ടിയുടെ ഫാദർ എന്റെ ഒരു സുഹൃത്താ.
എനിക്കും ആളറിയേട്ടാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ആശുപത്രി ചെന്നിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ വല്ലാതെ വയലുണ്ടാവുന്ന കണ്ടപ്പോ ഞാൻ അവിടുന്ന് പോന്നു കളഞ്ഞതാ. ഒരു കണക്കിനത് നന്നായി. അല്ലേ പിന്നെ ആ സമയത്ത് പുള്ളിക്കാരൻ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അതെ, ആ സംഭവത്തിന് ശേഷം മനസ്സാകെ അസ്വസ്ഥമാ ചേട്ടാ. ഇതിവിടെ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. നീ ഏതായാലും ഒന്നവിടെ വരവാ, നമുക്ക് പുള്ളിയായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാം. എന്താ? അയ്യോ, അത് ഞാനില്ല കൂടെ, നീ വാ. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക തന്നെ വേണം. അതാ എന്റെ ആഗ്രഹം. പക്ഷേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നീ ഏതായാലും നാളെ എന്റെ വീട്ടിൽ വാ. ദാ അമ്മ വിളിക്കുന്നുണ്ട്. ദാ വരുന്ന ആന്റി. നീ വാ, ഒന്ന് ചായ കുടിക്കും. വാ. അപ്പാ, ഉടനെ ഒന്നും അധികം നടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കണത്. ഞാനും പറഞ്ഞതാ മോനെ. എത്ര നേരാന്ന് കരുതിയാടാ ഈ വീടിനകത്ത് തന്നെ എങ്ങനെയാ ഇരിക്കുന്നേ? അതാ ഞാനിവിടെ കുറേശ്ശെ നടന്നത്. മോനെ വർഗീസേ. എന്താപ്പാ? അല്ല, ആ ജോണിനെ തല്ലിയതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ എനിക്ക് പറ്റിയ പരുക്ക് കുറയോ? തെറ്റ് ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും നമ്മളോട് ചെയ്യാത്ത, താനറിയാതെ അബദ്ധത്തിൽ പറ്റിപ്പോയൊരു തെറ്റിന്റെ പേരില് എന്നോട് വന്ന് മാപ്പ് പറഞ്ഞ ഒരാളെ നമ്മള് ഉപദ്രവിക്കുന്നതും വഴക്കു പറയുന്നതും തെറ്റല്ലേ മോനെ? ഇത്രയെല്ലാം നമ്മളോട് ചെയ്തിട്ടും എന്നെ നേരി കണ്ടപ്പോ പോലും ഒരു വാക്ക് പറയാതിരുന്ന ആളാ. പിന്നെ ഞാൻ അയാളോട് എന്ത് ചെയ്യണമെന്ന് അപ്പം പറഞ്ഞത്? ക്ഷമിക്കണോടാ മോനെ. പ്രതികാരം ചെയ്യുന്നവരോട് കർത്താവ് പ്രതികാരം ചെയ്യും. എന്തൊക്കെയായാലും വൈകിയാണെങ്കിലും അവന് പറ്റിയ അബദ്ധത്തിന് നമ്മളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചില്ലേ? നിന്റെ മനസ്സിൽ നിന്ന് അവനോടുള്ള വൈരാഗ്യം കളയണം. എന്നിട്ട് എനിക്ക് വേണ്ടി നീ അവനോട് മാപ്പ് പറയണം, ആ ജോണിനോട്. അതല്ലേ മോനെ നല്ലത്? അപ്പം പറയണ കേക്ക് മോനെ. ആ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രഭാഷകൻ 28-ാം അധ്യായം 1-6 വാക്യങ്ങൾ. ജോണേട്ടനില്ലേ ഇവിടെ? എന്റെ പൊന്നു ഗിവർഗീസേ, അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി ഇതിന്റെ പേര് ചേട്ടനെ ഉപദ്രവിക്കരുത്. ഗിവർഗീസ് ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം. ചേച്ചിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ വഴക്കുണ്ടാക്കാനോ ജോണേട്ടനെ ഉപദ്രവിക്കാനോ വന്നതല്ല. ജോണേട്ടൻ ഉണ്ടെങ്കിൽ വിളിക്ക്. ഗീവർഗീസോ, വാ കേറിയിരിക്കെ. ചേട്ടാ, നീ ഒന്നും മിണ്ടാതിരുന്നേ. അവൻ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ. ഗിവർഗീസേ, ഞാൻ പറഞ്ഞല്ലോ, അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി അതിന്റെ പേര് ചേട്ടനെ ഉപദ്രവിക്കരുത്. ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേച്ചിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ വഴക്കുണ്ടാക്കാനോ ജോണേട്ടനെ ഉപദ്രവിക്കാനോ വന്നതല്ല. ജോണേട്ടനോട് ക്ഷമിക്കണം. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്യുകയും പറയുകയും ചെയ്തു പോയതാ. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി
നിന്റെ അപ്പനോട് മാപ്പ് പറഞ്ഞ് കുറ്റമേറ്റു പറഞ്ഞപ്പോഴാ എന്റെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചു. എന്റെ മകന്റെ പരിക്കിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ചേട്ടന്റെ മകനിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, വളരെ ഭേദമായിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ വർഗീസേ. ആരാ വണ്ടി ഓടിച്ചത് വല്ലതും അറിയാമോ? ഇല്ല. ഞാൻ പിന്നെ അതിന്റെ പിന്നാലെ അന്വേഷിക്കാനൊന്നും പോയില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ആ പിന്നെ ഞാൻ നിന്റെ അപ്പന്റെ മേത്ത് വണ്ടി ഇടിച്ചത് എന്റെ അശ്രദ്ധയോ തെറ്റോ അല്ല. പെട്ടെന്ന് ഇടവഴിന്ന് വർക്കിച്ചേട്ടൻ മെയിൻ റോഡിലേക്ക് കയറി വന്നപ്പോ സംഭവിച്ചതാ. അതൊക്കെ എന്നോട് അപ്പം പറഞ്ഞു ജോണേട്ടാ. പക്ഷേ വർക്കിച്ചേട്ടൻ കാനയിൽ വീണ് കിടക്കുന്നത് അതാരാണെന്ന് പോലും നോക്കാതെ അവിടെ നിന്നും പോന്നു കളഞ്ഞത് എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാ. ആരാ കാനയിൽ വീണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഗീവർഗീസേ, ഞാൻ പേടിച്ചുപോയി. ചേട്ടനെ ഞാനങ്ങനെ പറഞ്ഞതിനും ചെയ്തതിനുമെല്ലാം നേരിൽ കണ്ടുവന്ന് മാപ്പ് പറയണമെന്ന് അപ്പനാ എന്നോട് പറഞ്ഞത്. എന്റെ അപ്പനും വീട്ടുകാർക്കൊന്നും ചേട്ടനോട് ഒരു വഴക്കുമില്ല. ക്ഷമിക്കൂ ജോണേട്ടാ. ചേട്ടന്റെ മോനെന്തേ? അവൻ നല്ല ഉറക്കത്തിലാ. ഓ, അല്ല, നമ്മുടെ ടോമിച്ചല്ല അവനത്? അതെ, കൂടെ ഉള്ളതാരാ? ആ ടോമി വാ. ഇതാ ഞാൻ പറഞ്ഞ ജോണേട്ടൻ. ജോണേട്ടാ, ഇവനോട് ക്ഷമിക്കണം. ആരാ ഇത്? എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ ചേട്ടൻ ബഹളം ഉണ്ടാക്കരുത്. എന്താ ടോമി, നീ എന്തൊക്കെയാ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. വേറൊന്നുമല്ല, ചേട്ടന്റെ മോനെ റോഡിൽ വെച്ച് വണ്ടി മുട്ടിയത് അത് ഇവന്റെ കാറായിരുന്നു. ചേട്ടാ, എന്താ ചേട്ടാ ഈ കാണിക്കുന്നേ? അക്രമവും നുണപറച്ചിലും കൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റില്ലെന്ന് ഇനിയെങ്കിലും ചേട്ടൻ മനസ്സിലാക്ക്. ക്ഷമിക്കൂ മോനെ. സോറി. ഞാൻ അത് സാരല്ല ഏട്ടാ, ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ. ജോണേട്ടാ, ഇത് ആൽബർട്ട്, എന്റെ അങ്കിളിന്റെ മോനാ. ഞാൻ ഇന്നലെ ഇവന്റെ വീട്ടിൽ ചെന്നിരുന്നു. സംസാരിച്ചിരുന്ന കൂട്ടത്തില് അപകടങ്ങളെ പറ്റി സംസാരിച്ചു. ആ കൂട്ടത്തിലാ ഞാൻ ചേട്ടന്റെ മോന്റെ കാര്യം സംസാരിച്ചത്. സ്ഥലവും തീയതിയും സ്കൂൾ കുട്ടിയാന്ന് പറഞ്ഞപ്പോഴാ ഇവൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ ആശുപത്രി വന്നിരുന്നു. അവിടെ വെച്ച് ചേട്ടനെ കാണുകയും ചെയ്തു. പക്ഷേ ചേട്ടന്റെ അപ്പോഴത്തെ പെരുമാറ്റവും സങ്കടമൊക്കെ കണ്ടിട്ട് എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. ഉടനെ തന്നെ ഞാൻ അവിടുന്ന് പോന്നു. എങ്ങനെയായാലും ശരി, ഈ കുടുംബത്തോട് മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാരമായി എന്തും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാനാ ഇവനെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കൊരു വഴക്കുമില്ല മോനെ. തെറ്റുകൾ തിരുത്തപ്പെടേണ്ട സമയത്ത് തന്നെ തിരുത്തപ്പെടണം. അല്ലെങ്കിൽ ആ തെറ്റുകൾ നമ്മളിൽ കുഴപ്പങ്ങളുടെ ഒരു ഘോഷയാത്ര ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ലൂക്ക 6:31. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.